ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇതാ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് സ്വന്തമാക്കാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലി. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. എന്താണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് നോക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് നമ്മൾ സിലബസ് നോക്കുമ്പോൾ നമുക്ക് 150 മാർക്കിന്, ഞാൻ ഈ പറയുന്നത് പ്രിലിംസിനെ പറ്റിയല്ല, മെയിൻസിനെ പറ്റിയാണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. 150 മാർക്കിന് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷ, അതിനകത്ത് ജനറൽ നോളജ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് 150 മാർക്കിന് 3 മണിക്കൂർ നിൽക്കുന്ന ഒരു പരീക്ഷ. അതിന് പാസ് വേണ്ടത് 40% മാർക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണുള്ളത്. അതും 150 മാർക്കിന് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷ. അതിനും എത്രയാണ് വേണ്ടത്? 40% മാർക്ക്, 40% മാർക്കാണ് അതിനും വേണ്ടത്. എന്നാൽ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, 200 മാർക്കിന് നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷ. 3 മണിക്കൂർ സമയമുണ്ട്, 200 മാർക്കിന് നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം. ആ എക്സാമിന് നിങ്ങൾ 50% മാർക്ക്, അതായത് 100 മാർക്ക് നിങ്ങൾ നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് പാസ്സാവാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെൻസുറേഷനെ പറ്റി പറയാം. എടാ, മെൻസുറേഷൻ എന്ന് പറയുന്നത് നമുക്ക് മെൻസുറേഷൻ ഫോർ ഇന്ത്യൻ സ്കൂൾ ആൻഡ് കോളേജ് എന്ന് പറയുന്ന ഒരു പഴയ ഒരു പുസ്തകമുണ്ട്. ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെൻസുറേഷൻ ഫുള്ളും നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം എന്നുള്ളത് PSCയുടെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ, അപ്പോൾ എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിതിൻ എന്നാണ്. നമുക്കിന്നിവിടെ അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പഠിക്കാം. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കൺസെപ്റ്റായിട്ട്, അതായത് കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി നമുക്ക് മാത്സ് പഠിക്കാം എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് മാത്സിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-16 മൊഡ്യൂൾസ് ആയിട്ടാണ് നമുക്ക് മാത്സിന്റെ ടോപ്പിക്ക് നമുക്ക് തന്നിരിക്കുന്നത്. അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ സാധാരണ കാണുന്ന നമ്പർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ പോളിനോമിയൽസ്, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട്സ്, ക്യൂബ് റൂട്ട്സ്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എല്ലാം ഉണ്ട്. ഇതിൽ നമ്മൾ സാധാരണ PSCക്ക് പഠിക്കുന്ന ടോപ്പിക്കുകൾ ഇത് മാത്രമല്ല, ഇനി ബാലൻസ് ഉണ്ട് പറയാം. നമ്മൾ സാധാരണ PSCക്ക് പഠിക്കുന്ന ടോപ്പിക്കുകൾ അതിൽ നമ്പർ സിസ്റ്റം ഉണ്ട്. എന്നാൽ പോളിനോമിയൽ അങ്ങനെ നമ്മൾ PSCക്ക് അങ്ങനെ പഠിക്കാറില്ല, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും അങ്ങനെ നമ്മൾ എന്താണ് PSCയിൽ നമ്മളങ്ങനെ പഠിക്കാറില്ല. നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസും ആയിട്ടുള്ളതും, അതുപോലെ ഇത് നമ്മളങ്ങനെ സാധാരണ PSCയിൽ നമ്മളങ്ങനെ നോർമൽ കേസിൽ നമ്മളങ്ങനെ പഠിക്കാറില്ല. പിന്നെ സ്ക്വയർ റൂട്ട്, അത് ക്യൂബ് റൂട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. മിക്കവാറും നമ്മൾ ഷോർട്ട് കട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പിന്നുള്ളത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. നമുക്ക് എന്താണ് 10ാം ക്ലാസ്, അതായത് 10th ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഏത് സിലബസ് പ്രകാരം? SCERT സിലബസ് പ്രകാരം നമ്മുടെ 10ാം ക്ലാസ്സിലെ ഏതാണ് 1ാമത്തെ ചാപ്റ്റർ ആണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പഠിക്കണം. ഇനി അടുത്ത മൊഡ്യൂൾസ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കേട്ടോ, കുറച്ച് സ്റ്റാറ്റ് ഉണ്ട്. പിന്നെ മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ്, അതായത് ഷെയർ ട്രേഡിങ്, ഷെയർസ്, ഡിവിഡൻഡ്, ഡിബഞ്ചേഴ്സ്, ബാങ്കിങ്, അക്കൗണ്ട്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്ന മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് ഉണ്ട്. പിന്നെന്താണ് സർക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ സർക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് 10th, അതായത് നമ്മളെ 10ാം ക്ലാസ് സിലബസ് പ്രകാരം, SCERTയുടെ 10ാം ക്ലാസ് സിലബസ് പ്രകാരവും NCERT എന്നുള്ള കുറച്ച് ടോപ്പിക്കും കൂടെ നമ്മൾ ചേർത്തുകൊണ്ടാണ് എന്ത് പഠിക്കേണ്ടത്, നമുക്ക് സർക്കിൾസ് പഠിക്കേണ്ടത്. പിന്നെ ട്രയാങ്കിൾസ് ആൻഡ് കോർഡിനേറ്റേഴ്സ് മീൻസ് എന്താണ് 2D ഫിഗേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പിന്നെന്താണ്, പിന്നെ ഉള്ളത് നമുക്ക് എന്താണ് 15ാമത്തെ മൊഡ്യൂളായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സോളിഡ്സുമായി ബന്ധപ്പെട്ടതാണ്. സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, നമ്മൾ ക്യൂബ് പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ ക്യൂബോയിഡ്,
ദെൻ സിലിണ്ടർ, അതുപോലെ തന്നെ കോണ്, അതുപോലെ തന്നെ ഫ്രസ്റ്റം ഓഫ് എ കോണ്, അതുപോലെ തന്നെ സ്ക്വയർ പിരമിഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചിരിക്കണം. എവിടെയാണ്? ഈ 15ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്ന സർഫസ് ഏരിയ ആൻഡ് വോളിയം. അതുപോലെ തന്നെ എന്താണ് 16ാമത്തെ മൊഡ്യൂളായിട്ട് സിമിലർ ആൻഡ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഇത് 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ടോപ്പിക്കാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്ന SCERT സിലബസ് പ്രകാരവും അതുപോലെ തന്നെ NCERT സിലബസ് പ്രകാരവും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്ന സിമിലർ ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ട്രിഗണോമെട്രി, വലിയ ട്രിഗണോമെട്രിക്കൽ ഇക്വേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ എന്ന് പറയുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ, മേൽക്കോണ് കീഴ്ക്കോണ്, ഇതൊക്കെ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെ തന്നെയാണ്, നമ്മുടെ 10ാം ക്ലാസ്സിലെ SCERT സിലബസ് പ്രകാരമുള്ള ടോപ്പിക്ക് തന്നെയാണ്. പിന്നെന്താണ് പ്രോബ്ലംസ് ഓൺ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് പോലെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എവിടെ പഠിക്കണം, നമുക്ക് മറ്റൊരു മോഡ്യൂളായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കോർഡിനേറ്റ്സ് ജോമെട്രി, ജാമിതിയും ബീജഗണിതവും, അതായത് നമുക്ക് കോർഡിനേറ്റ്സ് ജോമെട്രി നമ്മൾ പഠിക്കണം. പിന്നുള്ളത് ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് വർക്ക്, അതാണ് എന്താണ് ടൈം ആൻഡ് വർക്കും അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അവസാനത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് സെറ്റ് തിയറി ആണ്. +1 നമ്മൾ പഠിക്കുന്ന സെറ്റ് തിയറി ആണ് നമുക്ക് അവസാനമായിട്ട് വരുന്നത്. ഇങ്ങനെ 20 മോഡ്യൂൾസ് ആയിട്ടാണ് നമുക്ക് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ 20 മോഡ്യൂൾസും ഈ പറയുന്ന 20 മോഡ്യൂൾസും വളരെ നന്നായിട്ട് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുക. ഇവിടെ അതിൽ ആദ്യത്തെ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഏതെന്ന് പറയുന്നത് 2D ഫിഗേഴ്സ് ആൻഡ് 3D ഫിഗേഴ്സ്, അതായത് എന്ത് ഏരിയ ആൻഡ് വോളിയം. നോർമൽ കേസിൽ മൊത്തത്തിൽ ഞാൻ പറയാം, ഏരിയ ആൻഡ് വോളിയം ഏതൊക്കെയാണ്, അതിനകത്ത് എല്ലാം വരും. ഏത് വരും? സർക്കിൾസ് വരും, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ട്രയാങ്കിൾസ് ആൻഡ് കോർഡിനേറ്റേഴ്സ് വരും, അതുപോലെ സോളിഡ്സ് വരും, അതുപോലെ തന്നെ സിമിലർ ആൻഡ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിനെ പറ്റി അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എവിടെ പറയാൻ പോകുന്നു, 2D ആൻഡ് 3D എന്ന് പറയുന്ന ഒരു സെറ്റ് കൊണ്ട് നമ്മൾ പറയുന്നു. അതിന് കോമൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം, മെൻസുറേഷൻ എന്ന് പറയാം. ഈ മെൻസുറേഷനകത്ത് തന്നെയാണ് നമ്മൾ എന്തും കൂടി ഉൾപ്പെടുത്താൻ പോകുന്നത്, സിമിലർ ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ട്രയാങ്കിളും ടാൻജൻസും സർക്കിൾസും എല്ലാം നമ്മൾ ഏതിനകത്ത് തന്നെ വരും, ഈ മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് തന്നെ വരും. നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കും. എന്തിനാ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുന്നത്? എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ് പഠിക്കും, മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ആരംഭിക്കാം. വളരെ നല്ലൊരു ടോപ്പിക്കാണ്, മെൻസുറേഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സാധനത്തെ പറ്റിയാണ്, ട്രയാങ്കിൾസിനെ പറ്റി പഠിക്കുന്നു. ഏത് ട്രയാങ്കിൾ ആദ്യം പഠിക്കുന്നത്? ആദ്യം പഠിക്കുന്നത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും ആര്? അത് സമഭുജ ത്രികോണം. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്നാ പറയുന്നത്. എന്താ ഈ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചു, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡും എന്തുവാ? ഈക്വൽ ആണ്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ പറയും, എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രിയാടാ? എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി? 60 ഡിഗ്രി. എല്ലാ ആംഗിളും എത്രയാണ്? ഓൾ ആംഗിൾസ് ആർ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. ഓക്കെ, ആംഗിൾസ് എല്ലാം എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് മനസ്സിലായി. എന്താ ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാ സൈഡും ഒരുപോലെ ആയിരിക്കും, ആംഗിൾസ് എല്ലാം എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇനി ട്രയാങ്കിൾസിനെ പറ്റി കോമൺ ആയിട്ട് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം ഓഫ് ദ ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി. ഏതൊരു ട്രയാങ്കിൾ നമ്മൾ എടുത്താലും അതിൻ്റെ സം ഓഫ് ദ ആംഗിൾസ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. സം ഓഫ് ദ ആംഗിൾ പറഞ്ഞാൽ നമ്മൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിളും കൂടെ പറയും. നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളും കൂടെ പറയും. എന്താ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ? നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്ന ബഹുഭുജങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിളൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
സൂപ്പറായിട്ട് പഠിക്കും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 360. എടാ ട്രയാങ്കിൾ മാത്രമല്ല, ഏത് പോളിഗൺ നമ്മൾ എടുത്താലും, ഏത് ബഹുഭുജം നമ്മൾ എടുത്താലും, ഇനി എത്ര സൈഡുള്ള പോളിഗൺ ആണെങ്കിലും ശരി തന്നെ, അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന എല്ലാ കാലത്തും എത്ര ഡിഗ്രി ആയിരിക്കും? 360 ആയിരിക്കും. നമ്മൾ ഇന്ന് ട്രയാങ്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പോളിഗൺസിലേക്ക് വരുന്നില്ല. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും? വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പോളിഗൺസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വേറൊന്നും പറഞ്ഞില്ല. ഇനി ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് എല്ലാം എത്ര ഡിഗ്രി വീതമായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ആരെന്ന് പറയുന്നത്? ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഇക്വലേറ്റർ ട്രയാങ്കിളിനെ പറ്റി മറ്റൊരു കാര്യം പറയാം. എന്താണ് ഇക്വലേറ്റർ ട്രയാങ്കിളിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ എന്തെന്ന് പറഞ്ഞു? എ. എല്ലാ സൈഡും എത്രയാണ്? എ. ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? എല്ലാ സൈഡും എ ആണെന്ന് പറയാം. അവിടെ ഇരിക്കട്ടെ, മാറ്റി വെച്ചു, എല്ലാ സൈഡും എ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ പറയാം, ഇതിൻ്റെ ഏരിയയെ പറ്റി നമ്മൾ പഠിക്കണം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന ഭാഗത്ത് എത്രത്തോളം ഒന്നുകിൽ സ്ക്വയർഡ് അളവുകളിലുള്ള, ഒന്നുകിൽ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഫീറ്റ് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ആവാം. അത്രയും സാധനങ്ങൾ അടുക്കുവാൻ കഴിയുന്നത് അത് നമ്മൾ ഏരിയയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിലെ ഏരിയ എന്തായിരിക്കും? ഇക്വലേറ്റർ ട്രയാങ്കിളിലെ ഏരിയ പഠിച്ചോളാം. നമ്മൾ ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ ആണ് ഇതാണ് ഇക്വേഷൻ, √3a²/4. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി നമ്മൾ പഠിക്കുന്നു ഏരിയ ഓഫ് ഇക്വലേറ്റർ ട്രയാങ്കിൾ √3a²/4. മറന്നു പോണ്ട. അപ്പോൾ ഏത് ട്രയാങ്കിളിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്താണെന്ന് നമുക്കറിയാം. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഇക്വലേറ്റർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ആ ഇക്വലേറ്റർ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, √3a²/4. എന്നാൽ മറ്റൊരു ഇക്വേഷൻ ഇവിടെ കിടക്കുന്നു, h²/√3 എന്നുള്ളത്. അത് ഞാൻ പറയാം, വഴിയേ നമുക്ക് പറയാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടാ, ഇതിന്റെ ഹൈറ്റ് ഇവിടെ പറയുന്നു √3a/2 എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് കിട്ടിയത് എന്നതിനെ കുറിച്ചാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ഈ ഹൈറ്റ് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം, നമ്മൾ അറിഞ്ഞ് പഠിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3a ആയിരിക്കും. എന്താണ് 3a? ഇത് എ, ഇത് എ, ഇത് എ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഇതിന്റെ ചുറ്റളവ്. മീൻസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ ചുറ്റളവ് എത്രയാണ്? 3a ആണെന്ന് പറയാം. എന്താണ്? 3a. ക്ലിയർ? ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നു. ഞാനൊരു ഇക്വലേറ്റർ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, നേരത്തെ എച്ചിൻ്റെ കാര്യം പറയണമെന്ന് പറഞ്ഞു, അങ്ങനെ വേറെ പല കാര്യങ്ങളും ഇതിനകത്ത് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയിരിക്കണം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാം. ഞാൻ ഈ ട്രയാങ്കിൾ നോക്ക്, ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ പേര് ABC ആണ്. ABC, ഈ സിയിൽ നിന്ന് ഞാൻ ABയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇതിനെ ഞാൻ പെർപെൻഡിക്കുലർ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് പെർപെൻഡിക്കുലർ? ഈ സാധനം 90 ഡിഗ്രി ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ വെച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു പോയിന്റ് നോക്കിയാൽ നമുക്ക് അറിയാടാ, ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഇത് 30 ഡിഗ്രി. ഓക്കെ, 30 ആയി, 60 ആയി, 90 ആയി. നമ്മൾ ഈ സാധനം എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് പറയാമോ? ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ മാത്രം, അപ്പുറത്തെ പോർഷൻ പോട്ടെ, ഈ ഒരു സാധനം നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. യെസ്, നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉപയോഗിച്ചവരാണ്. ആ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 സെറ്റ് സ്ക്വയേഴ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചു. അതിൽ ഒരു സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതുപോലിരിക്കുന്ന ഒരു സെറ്റ് സ്ക്വയർ അല്ലേ? അടുത്ത രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതുപോലിരിക്കുന്ന ഒരു നീളമുള്ള ഒരു സെറ്റ് സ്ക്വയർ. ഈ 2 സെറ്റ് സ്ക്വയറിലാണ് നമ്മൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രിഗണോമെട്രി റേഷ്യോസിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ 2 സെറ്റ് സ്ക്വയറിലാണ്. ചുമ്മാ വെറുതെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് സ്ക്വയേഴ്സ് അല്ല. ട്രിഗണോമെട്രിക്കൽ റേഷ്യോയുടെ ബേസ് ആണ് ഏത്? ഈ 2 സെറ്റ് സ്ക്വയർ. നോക്ക്, ഈ സെറ്റ് സ്ക്വയറിന് ഒരു പ്രത്യേകത എന്താ? ഇത് 90 ഡിഗ്രി, ഇത് 45, ഇത് 45.
ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ 1 എന്ന് കൊടുത്തു, ഇവിടെ 1 എന്ന് കൊടുത്തു. ഇത് എത്രയായിരിക്കും? ഇത് √2 ആയിരിക്കും. അതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൈതഗോറസ് തിയറം പഠിക്കുമ്പോഴും ട്രിഗണോമെട്രി പഠിക്കുമ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ എന്താണ് നമുക്കിവിടെ പിടികിട്ടിയ എന്താണ്? 45, 90 ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്താണ്? 1:1:√2 ആയിരിക്കും. 1:1:√2 മറന്നുകൊണ്ട. എത്രയാണ് റേഷ്യോ? 1:1:√2. ഇനി രണ്ടാമതൊരു ട്രയാങ്കിൾ ഏതാ? നമ്മൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. നമ്മൾ രണ്ടാമത് പഠിക്കുന്ന സാധനം എന്താ? ഇവിടെ 1, ഇവിടെ √3, ഇവിടെ 2. മറന്നു പോണ്ട. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റേഷ്യോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 30, 60, 90. എന്താ അതിൻ്റെ റേഷ്യോ? 1:√3:2. 1:√3:2. സെറ്റാണേ. ഇടാ ആ ട്രയാങ്കിൾ അല്ലടാ ഇത്. ഇതെങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് പറയാം. എപ്പോൾ പറയാം? നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, ഉറപ്പായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ നേരെ ഇനി അടുത്ത പോകാൻ പോകുന്നത് എവിടെയാണ്? നമ്മൾ ഇക്വൽ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 60, ഇവിടെ 30, ഇവിടെ 90 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ശരി. നമുക്ക് ഇവരുടെ റേഷ്യോ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇത് 30, ഇത് 60, 90 ആണേ. ഞാൻ റേഷ്യോ എഴുതാൻ പോകുന്നു. 30 എഴുതി, 60 എഴുതി, 90 എഴുതി. ഓക്കെ, ഇവിടെ റേഷ്യോ 1:√3:2. ഓക്കെ, ഞാൻ അതും എഴുതി. നമുക്ക് ഈ 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണെന്ന് അറിയാം? എ ആണെന്ന് അറിയാം. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് ആര് വന്നു? എ വന്നു. ഓക്കെ, റേഷ്യോ അതായത് 2ൻ്റെ സ്ഥാനത്ത് ആര് വന്നു? എ വന്നു. അപ്പോൾ ഈ 30യുടെ സ്ഥാനത്ത് ആരായിരിക്കും വരുന്നത്? അത് a/2 ആയിരിക്കും വരുന്നത്, അല്ലെ? a/2 ആയിരിക്കും വരുന്നത്. ഇനി 60യുടെ സ്ഥാനത്ത് ആരാ വരുന്നത്? അത് a√3/2 ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് a. ഇനി ഈ പോർഷന്റെ ലെങ്ത് എന്തോ ആയിരിക്കും? നമുക്ക് പറയാം, എടാ അത് a/2 ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഇതുവരെയുള്ള പോർഷന്റെ ലെങ്ത് നമ്മൾ എന്ത് പറഞ്ഞു? a√3/2. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരച്ച പെർപെൻഡിക്കുലർ ആണ് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എടാ ഇതാണ് ഇതിന്റെ ഹൈറ്റ്, ഇതാണ് h. അപ്പൊ നമുക്ക് ഹൈറ്റ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എടാ a√3/2 എന്ന് കിട്ടി. ഹൈറ്റ് എന്താണെന്ന് കിട്ടി? a√3/2. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാനത്തിലേക്ക് വരാം. ഇവിടെ നോക്ക്, ഹൈറ്റ് ഈക്വൽ ടു a√3/2. a√3/2 എന്ന് പറഞ്ഞാലും √3/2a എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. യെസ്. എന്തൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി? എടാ ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ നമ്മൾ കാണുന്നു. ആ ഇക്വലേറ്റഡ് ട്രയാങ്കിളിന്റെ ഏരിയയിലേക്ക് നമ്മൾ പോയി. √3a²/4 ആണെന്ന് മനസ്സിലായി. അതിൻ്റെ ഹൈറ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്തു? ഒരു സൈഡുമായിട്ട് കണക്ട് ചെയ്തു. അതായത് ഒരു സൈഡും എച്ചുമായിട്ടുള്ള കണക്ഷനാണ് പറഞ്ഞത്. ഇതാണ് ആ ഹൈറ്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എനിക്കിത് കിട്ടിയത് a√3/2 ആണ് എന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ പെരിമീറ്ററും പറഞ്ഞു. ഇത്രയാണ് ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകൾ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഏരിയ പറഞ്ഞു, ഹൈറ്റ് പറഞ്ഞു, പെരിമീറ്റർ പറഞ്ഞു. ക്ലിയർ ആണേ? യെസ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞെന്നുള്ളത് ക്ലിയർ ആണേ? ഡൗട്ട് ഇല്ലേ? യെസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയാലാ? നമ്മൾ ഇൻ റേഡിയസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി പഠിക്കുന്നു. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്വലേറ്റഡ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇക്വലേറ്റഡ് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞു? അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. √3a²/4 ആണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പെരിമീറ്റർ 3a ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്താണെന്ന് കണക്ട് ചെയ്തു. യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. a√3/2 എവിടെയാണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളത് നമ്മൾ ഇനി അങ്ങോട്ട് ഈ ക്ലാസ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിന് നമ്മളത് പഠിച്ചു എന്ന്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നു ഇൻ റേഡിയസ്
എന്നാണ് പറയാൻ പോകുന്നത്. എന്താ പറയാൻ പോകുന്നത്? ഇൻ റേഡിയസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം, എടാ എൻ്റെ കയ്യിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിലെ ഇൻ റേഡിയസ് എന്താടാ എന്ന് ചോദിക്കും. എടാ ഇൻ റേഡിയസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ ദാ ഇതുപോലെ ഒരു സർക്കിൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. എന്താ ഈ സർക്കിൾ, ഈ വൃത്തത്തിൻ്റെ പ്രത്യേകത? ഈ വൃത്തത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഇവിടെ ഉണ്ട്. നോക്കിക്കേ, നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡിൽ കൂടി ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന, എന്താണ്, ഒന്ന് സ്പർശിച്ചു കൊണ്ടുപോകുന്ന, ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന സർക്കിളാണ് ഇത്. ഇതിനെ നമ്മൾ പറയുന്ന സർക്കിളാണ് ഇൻ സർക്കിൾ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അന്തർവൃത്തം, ഇൻ സർക്കിൾ. ആ ഇൻ സർക്കിളിൻ്റെ റേഡിയസ് എന്താടാ എന്ന് ചോദിക്കും. നമ്മളൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇൻ സർക്കിളും നമ്മൾ പഠിക്കണം, സർക്യൂം സർക്കിളും നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഇൻ സർക്കിൾ പഠിക്കുമ്പോൾ എന്താ വേണ്ടത്? ഇൻ റേഡിയസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എടാ ഇൻ റേഡിയസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? a/2√3 എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ നോക്കാം. എന്ത് പറഞ്ഞു? എൻ്റെ കയ്യിൽ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, എ ആണെന്ന് പറയുന്നു. അതിൻ്റെ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ a/2√3 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ h/3 എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇൻ റേഡിയസ് ഇത് ഇക്വലേറ്റർ ട്രയാങ്കിളിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത്. ഒന്നുകിൽ ഇത് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് അപ്ലൈ ചെയ്യാം. എടാ ഇത് രണ്ടും അല്ലാതെ ഏതൊരു ട്രയാങ്കിളിലും ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ചിലപ്പോൾ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. എടാ എല്ലാ ട്രയാങ്കിളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ? യെസ്, അതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതൊന്ന് നോക്കാം, അതൊന്ന് പറയാം. എന്താണ് ഇൻ റേഡിയസ്? ഇവിടെ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഈ ഇൻ റേഡിയസ് ആണ്. ഞാൻ പറയുന്ന ഇക്വേഷൻ ഇതാണ്, a/s. അപ്പോൾ ഒരു സംശയം തോന്നും, എന്ത് എ എന്ത് എസ്? എടാ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ ഓഫ് ദ ട്രയാങ്കിളും എസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. അപ്പോൾ എന്താണ് എന്നൂടെ പറയാം. എടാ ഇത് നമുക്ക് ഏത് ട്രയാങ്കിളിൽ വേണോ അപ്ലൈ ചെയ്യാം. ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. നോക്ക്, നോട്ട് ചെയ്ത് പഠിക്കുക, പോയിന്റ് എഴുതി പഠിക്കുക. നമ്മൾ എന്താണെന്നറിയാമോ, ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാമോ? ഇതൊരു 5ാം ക്ലാസ് മുതൽ ഒരു ഏകദേശം +1 ലെവൽ വരെയുള്ള ഇക്വലേറ്റർ ട്രയാങ്കിളിലെ കാര്യങ്ങൾ ഒരുമിച്ച് പറയുക. അല്ലാതെ എന്താണ് 5ാം ക്ലാസ്സിലുള്ള ടോപ്പിക്ക് ആദ്യം പഠിപ്പിക്കുന്നു, അതിനുശേഷം 6 പഠിപ്പിക്കുന്നു, 7 പഠിപ്പിക്കുന്നു, അങ്ങനെയല്ല. 5 മുതൽ ഇങ്ങോട്ട് നമ്മൾ എന്ന് വരെ ഇക്വലേറ്റർ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ടോ, നമുക്ക് ഏത് വരെയുള്ള ടോപ്പിക്കാണോ നമുക്ക് ആവശ്യം, അത് മൊത്തത്തിൽ കണക്ട് ചെയ്ത് പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ അത് കണക്ട് ചെയ്ത് തന്നെ വരണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? റേഡിയസ്. ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a/s. എ എന്താണെന്ന് മനസ്സിൽ ഓർമ്മ വന്നു? ഏരിയ ഓഫ് ട്രയാങ്കിൾ. എസ് എന്താണെന്ന് പറഞ്ഞു? ഹാഫ് ഓഫ് ദ പെരിമീറ്റർ, അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ പകുതി. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ, അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ പകുതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഇൻ റേഡിയസ് കിട്ടും. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാ ട്രയാങ്കിളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ടാൻജൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ നോക്കാം. നമ്മളിവിടെ പറഞ്ഞത് ഇൻ റേഡിയസ് ആണ്. ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ ഇക്വലേറ്റർ ട്രയാങ്കിളിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് a/2√3 അല്ലെങ്കിൽ h/3 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇക്വേഷൻ എല്ലാ ട്രയാങ്കിളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ് ഞാൻ പറയുന്നത്. ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a/s. എ എന്താണ്, എസ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? ശരി, നോക്കിയേ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സർക്യൂം റേഡിയസ്. എന്താണ് സർക്യൂം റേഡിയസ്? എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സർക്യൂം റേഡിയസ്? എന്താണ് സർക്യൂം റേഡിയസ് നോക്കാം. നോക്ക്, ഇത് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഇങ്ങനെ ഒരു സർക്കിൾ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് സർക്യൂം റേഡിയസ് എന്ന് പറഞ്ഞാൽ.
ഇപ്പോൾ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, ഇക്വലർ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലർ ട്രയാങ്കിളിൻ്റെ എല്ലാ എഡ്ജിൽ കൂടെയും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വെർട്ടക്സിൽ കൂടെയും, എഡ്ജ് അല്ല, എല്ലാ വെർട്ടക്സിൽ കൂടെയും ടച്ച് ചെയ്ത് പോയിരിക്കുന്ന സർക്കിളാണ് ആരെന്ന് പറയുന്നത്, സർക്യൂം റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂം റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്, നമ്മളിവിടെ രണ്ട് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് a/√3 അല്ലെങ്കിൽ 2h/3 എന്നുള്ള രണ്ട് ഇക്വേഷൻ പറഞ്ഞു. ഈ ഇക്വേഷൻ അറിഞ്ഞൂടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലൊരു വര വരച്ച് ഇത് ഡയമീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. അത് നമ്മൾ സർക്കിൾസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്ന് സർക്യൂം റേഡിയസ് a/√3 അതെന്താണ്, അല്ലെങ്കിൽ 2h ഹൈറ്റ് ആണ് തരുന്നതെങ്കിൽ 2h/3 നമ്മൾ ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നോക്കുക, പോയിന്റ് ശ്രദ്ധിക്കുക. ഇക്വലേറ്റർ ട്രയാങ്കിളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏരിയ എന്താണെന്ന് പറഞ്ഞു, ഹൈറ്റ് എന്താണെന്ന് പറഞ്ഞു, ദെൻ പെരിമീറ്റർ എന്താണെന്ന് പറഞ്ഞു, ഹൈറ്റ് എങ്ങനെയാണ് കിട്ടിയത് എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് നേരെ ഇൻ റേഡിയസിലേക്കാണ് പോയത്. ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a/2√3 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ h/3 എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയത് നേരെ സർക്യൂം റേഡിയസിലേക്കാണ് പോയത്. സർക്യൂം റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a/√3 അല്ലെങ്കിൽ 2h/3 എന്ന് പറഞ്ഞു. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ്, അതായത് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മാത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം വെച്ചുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻ ദ ഏരിയ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഏരിയ 25√3 സ്ക്വയർ സെൻറ്റിമീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന മനോഹരമായൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഏരിയ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഈസ് 25√3 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നു. ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ്, ഓരോ സൈഡും എന്താണ്, എത്രയെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൊള്ളാവുന്ന സത്യം എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ എന്താണെന്ന് ചോദിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ്, നമുക്കിവിടെ ഏരിയ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഇക്വലേറ്റർ ട്രയാങ്കിളിലെ ഏരിയ നമുക്ക് തന്നിരിക്കുന്നു 25√3 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് തന്നിരിക്കുന്നു. എന്താ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അത് √3a²/4 ആണ് 25√3 എന്ന് നമുക്കറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ a² ഇവിടെ ഇട്ടിട്ട് ഈ √3യെയും 4നെയും എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് സംഭവിക്കും, a² ഇവിടെ ഉണ്ട്, 25√3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഡിവൈഡ് ചെയ്ത 4 അപ്പുറത്ത് വരുമ്പോൾ എന്താവും, അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇനി ഇവിടെ ഉണ്ടായിരുന്നതിനെ √3 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അപ്പോൾ √3. ഇനി എന്ത് സംഭവിക്കും, √3യും √3യും ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്ത് പിടികിട്ടി നമുക്ക്, a² = 25 × 4. നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യരുത്. മൾട്ടിപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ നമ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്നാൽ വലിയ നമ്പറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ നമ്പറായി പോകും, വീണ്ടും നമ്മൾ റൂട്ട് ഓപ്പൺ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ a² = 25 × 4 ആണെങ്കിൽ a എന്താണെന്ന് കണ്ടുപിടിക്കാൻ √25 × 4 ചെയ്താൽ പോരെ. ആണ്, എന്ത് കിട്ടും, 25 ഏതിൻ്റെ സ്ക്വയറാ, അത് 5ൻ്റെ സ്ക്വയറാണ് അല്ലേ. എന്താ 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടി, നമുക്ക് 10 എന്ന് കിട്ടി. അപ്പോൾ വൺ സൈഡ്, അതായത് ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരുന്നു, ഒരു സൈഡ് എ ആണെന്ന് നമുക്കറിയാം. ഒരു സൈഡ് എ ആണെങ്കിൽ നമുക്ക് എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്, √3a²/4 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ √3a²/4. അപ്പോൾ ഒരു സൈഡ്, ഈ സൈഡ് എത്രയെന്ന് കിട്ടി, a = 10 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസറായി. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലാ, ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ, എന്താടാ ഇതിൻ്റെ പെരിമീറ്റർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, ഇതിൻ്റെ പെരിമീറ്റർ എന്തായിരുന്നു എന്ന് ആണ് ചോദ്യമെങ്കിൽ, പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അത് 3a ആണ്. 3a ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, യെസ് 3 × 10 = 30 സെൻറ്റിമീറ്റർ എന്ന് പറയാം. കണ്ടോ, ഈസി ആയിട്ട് ആൻസർ കിട്ടി. അപ്പോൾ എന്താണ്, ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ എന്നും കിട്ടി, നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ എത്രയെന്ന് കിട്ടി, 30 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും അല്ലേ. എന്നാൽ നോക്കിയേ,
അടുത്ത ഒരു കാര്യത്തെപ്പറ്റി, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഏരിയ മാത്രമേ പറഞ്ഞുള്ളൂ, സർക്യം റേഡിയസ് പറഞ്ഞില്ല, ഇൻ റേഡിയസ് പറഞ്ഞില്ല, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ പൂർണ്ണമായി പഠിച്ചിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ അടുത്തൊരു ചെറിയൊരു കൺസെപ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ കയ്യിലൊരു ട്രയാങ്കിൾ ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇക്വലേറ്റഡ് ട്രയാങ്കിൾ എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഈ ഇക്വലേറ്റഡ് ട്രയാങ്കിളിൽ ഒരു പോയിന്റ് ഉണ്ട്. എവിടെയാണ്? ഇൻ ദ ഇന്റീരിയർ ഓഫ് ആൻ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ. ഇത് നിങ്ങൾ സ്റ്റാർട്ട് പഠിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. റീസെന്റ് എക്സാമുകൾക്ക് നമുക്ക് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. റീസെന്റ് ആയിട്ട് പല എക്സാമുകൾക്കും, ഇപ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള വലിയ എക്സാമുകൾക്കെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇടാ, ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെ ഞാനിപ്പോൾ തൽക്കാലം O എന്ന് കൊടുക്കുകയാണ്. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? O എന്ന് കൊടുത്തു. ഇവിടെ ഈ O എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇവിടെ നിന്നെല്ലാം ഈ സൈഡിൽ നിന്നൊരു പെർപെൻഡിക്കുലർ, ഈ സൈഡിൽ നിന്നൊരു പെർപെൻഡിക്കുലർ, ഈ സൈഡിൽ നിന്നൊരു പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് ഒരു പെർപെൻഡിക്കുലർ, ഇതൊരു പെർപെൻഡിക്കുലർ, ഇതൊരു പെർപെൻഡിക്കുലർ. ഈ 3 പെർപെൻഡിക്കുലർ. അപ്പൊ നോക്ക്, വേറെ ഒന്നുമില്ല. O ഈസ് ആൻ ഇന്റീരിയർ. എവിടെയാണ്? മിഡ് പോയിന്റ് ഒന്നും അല്ല. ഇന്റീരിയറിനകത്ത് എവിടെ വേണോ വരാം. ഇന്റീരിയറിനകത്ത് എവിടെ വേണോ ഈ സംഭവം വരാം. അപ്പോൾ ഇന്റീരിയറിനകത്ത് ഒരു പോയിന്റ് ഇട്ടിട്ട് ആ പോയിന്റിലേക്ക് 3 സൈഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് P1 എന്നും ഇതിനെ P2 എന്നും P3 എന്നും പറയാം. ഞാൻ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത്, P1, P2, P3. ഓക്കെ, ഇവിടെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവർ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം ഒരു സൈഡ് A എന്താടാ എന്ന് ചോദിക്കാം. ചിലപ്പോൾ ചോദിക്കാം ഏരിയ ചോദിക്കാം, എന്താടാ ഇതിൻ്റെ ഏരിയ. അല്ലെങ്കിൽ ചോദിക്കാം പെരിമീറ്റർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്തേ തരൂ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസേ തരൂ. എങ്ങനെയാണ് നമ്മളെ പോയിന്റ്? എന്താ നമ്മളെ ചോദ്യം? O ഈസ് ദ ഇന്റീരിയർ ഓഫ് ആൻ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ. അപ്പോൾ O എന്ന് പറയുന്നത് ഇക്വലേറ്റഡ് ട്രയാങ്കിളിന്റെ ഇന്റീരിയറിലുള്ള ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിലേക്ക് സൈഡിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ടുള്ള P1, P2, P3 നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ചോദിക്കുന്നത് ഫൈൻഡ് ഇറ്റ്സ് ഏരിയ എന്നോ ഒരു സൈഡ് എന്നോ. ഞാൻ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പഠിപ്പിക്കും. എന്താണ് ഈ ഒരു സൈഡ് എന്നുള്ളത്? ഞാൻ എന്ത് ചെയ്യും? ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു തരും നിങ്ങൾക്ക്. അതേ പറയൂ. ഇവിടെ ഞാൻ പഠിപ്പിച്ച നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? നിങ്ങൾ ഏരിയ കണ്ടുപിടിക്കാനും പെരിമീറ്റർ കണ്ടുപിടിക്കാനും നിങ്ങൾക്കറിയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേയുള്ളൂ അല്ലേ? യെസ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരെ പോകാൻ പോകുന്നത് എന്തിലേക്കാണെന്ന് പറയുമ്പോൾ, കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എച്ചുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? P1 + P2 + P3. അതായത് നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഇത്രേ പറഞ്ഞോളൂ. ഈ P1ഉം P2ഉം P3ഉം 3 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ എന്തോ കിട്ടും? ഹൈറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ്, ദാറ്റ് മീൻസ് H ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു? 3 the sum of 3 perpendicular distance P1 + P2 + P3. ഓക്കെ, എന്നാൽ എൻ്റെ ഒരു സംശയം, നേരത്തെ എച്ചും എയും കൂടെ കണക്ട് ചെയ്തത് നിങ്ങൾക്കൊരു ഓർമ്മ ഉണ്ട്. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് എന്താണ്? H ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞത്? H ഈക്വൽ ടു √3a/2 എന്ന് പറഞ്ഞത് ഓർക്കുക. √3a/2. ഈ H √3a/2 ആണെന്ന് നേരത്തെ പറഞ്ഞത് ഓർക്കുക. ഓക്കെ, അപ്പോൾ √3a/2 ക്ലിയർ ആണ്. ഇവിടെ √3a/2 ആണ് H. നമുക്കിവിടെ H ഇവിടെ ഉണ്ട്. ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, H ഇവിടെ ചെയ്യാം. H ഈക്വൽ ടു √3a/2. 2നെ എടുത്ത് ഇപ്പുറത്തുകൊണ്ട് വരുന്നു, √3 എടുത്ത് ഇപ്പുറത്തുകൊണ്ട് വരുന്നു. അപ്പം എന്താവും? ഇത്രയേ ഉള്ളൂ. A ഇവിടെ ഉണ്ട്, 2 ഇവിടെ വന്നപ്പോൾ 2H ആയി /√3 ആയി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? A ഈക്വൽ ടു എന്തെന്ന് പറയട്ടി? ഇത്രയേ ഉള്ളടാ,
2/√3h. അങ്ങനെയാണ് എങ്കിൽ ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് 2/√3 ഇൻറ്റു എച്ച്. ഇവൻ എന്താണടാ എച്ച്? നമ്മൾ നേരത്തെ പഠിച്ചല്ലേ 2/√3h. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുകയാണ്, നന്നായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ എന്തുണ്ട്? 3 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് കണ്ടുപിടിക്കാൻ P1 + P2 + P3 എന്ന് പറഞ്ഞു. ദെൻ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ നമ്മൾ എന്ത് പറഞ്ഞു? 2/√3 ഇൻറ്റു P1 + P2 + P3. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ 2/√3 എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. h = √3/2 എന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, നേരത്തെ നമ്മൾ പഠിച്ചു. അതിൽ നിന്നാണ് നമ്മൾ എന്ത് a = 2/√3h എന്ന് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ h-ഉമായിട്ട് കണക്ട് ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് ഈ കാണുന്നത്? h ആണ്. അപ്പോൾ 2/√3h മീൻസ് P1 + P2 + P3 സെറ്റ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. O ഈസ് എ പോയിന്റ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ. O എന്ന് പറയുന്നത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആണ്, ഇന്റീരിയറിലുള്ള ഒരു പോയിന്റ് ആണ്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം O ടു ദ സൈഡ്സ് ആർ √3 cm, 2√3 cm ആൻഡ് 5√3 cm. ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഡാഷ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ദാ സ്റ്റാർ ഇട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 സ്റ്റാർ നമുക്കൊരു 3 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു റഫ് സ്കെച്ച് വരച്ച് നോക്കാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു റഫ് സ്കെച്ച്. ഇപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഇന്റീരിയറിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ. ഓക്കെ, ഓരോന്നിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് √3 എന്ന്, അടുത്തത് 2√3 എന്ന്, അടുത്തത് 5√3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ. പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് അത്? 3a ആണ്. a ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കറിയാം a കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിന് നമ്മൾ പഠിച്ചു. ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. നമ്മൾ എന്താ പഠിച്ചത്? a = നമ്മൾ എന്താ പഠിച്ചത്? ഓർക്കൂ, നമ്മൾ എന്താ പഠിച്ചത്? സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ = 2/√3 അല്ലേ? 2/√3h ആണ് എന്തെന്ന് പറഞ്ഞത്? നമ്മൾ a എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ a = 2/√3h. ദാറ്റ് മീൻസ് P1 + P2 + P3. ഓക്കെ, നമുക്ക് വാല്യൂസ് ഒന്ന് കൊടുക്കാം. 2/√3 ഞാൻ അതുപോലെ എഴുതി. P1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ പെർപെൻഡിക്കുലർ ഞാൻ എന്ത് ചെയ്തു? √3 കൊടുത്തു. രണ്ടാമത്തെ പെർപെൻഡിക്കുലർ എത്ര കൊടുക്കുന്നു? 2√3 കൊടുത്തു. മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ഞാൻ എത്ര കൊടുത്തു? 5√3 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് സൈഡാണ് കിട്ടുന്നത്, സൈഡാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, വീണ്ടും 2/√3 ഞാൻ അതുപോലെ എഴുതി. √3 + 2√3 + 5√3. ഒരു സംശയം വരും, എങ്ങനെയാണ് ഇത് അഡീഷൻ ചെയ്യണമെന്നല്ലേ? സ്വാഭാവികമാണ് ഒരു അഡീഷൻ. തൽക്കാലം √3യെ ചക്ക എന്ന് വിചാരിച്ചു നോക്കിയാണ്. ചക്ക പ്ലസ് 2 ചക്ക പ്ലസ് 5 ചക്ക. √3 + 2√3 + 5√3. x + 2x + 5x. എക്സും 2xും √3യും 2√3യും കൂടെ ആഡ് ചെയ്യുന്നു. ഒരു √3യും 2 √3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3√3. ആ 3√3യും 5√3യും കൂടെ ആഡ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു 8√3. ഞാൻ എഴുതി 8√3. എന്താ 8√3 എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇൻറ്റു ആണ്, ബ്രാക്കറ്റിനകത്ത് വെച്ച് ഇൻറ്റു ആണ്. 8√3 എന്ന് പറഞ്ഞാൽ എന്തുവാ? 8 × √3 ക്യാൻസൽ ചെയ്യാം. 2 × 8 = 16 സെൻറ്റിമീറ്റർ. എന്ത് കിട്ടി? ഒരു സൈഡ് എത്രയെന്ന് കിട്ടി? 16 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ. 16 എഴുതി കഴിഞ്ഞാൽ തീർന്നു. എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ആ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പെരിമീറ്റർ = 3 × 16. 3 × 16 നമ്മൾ ചെയ്യുന്നു, നമുക്ക് 48 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? പെരിമീറ്റർ കിട്ടുന്നു. സംഭവം സെറ്റാണേ.
ക്ലിയർ ആണേ? അപ്പോൾ പറഞ്ഞ പോയിന്റുകളെല്ലാം ഓർത്ത് പഠിക്കുമേ, കൃത്യമായിട്ട് പഠിക്കുമേ. എന്നാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വൺ സൈഡ് ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഈസ് 6 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് ഇൻ റേഡിയസ് ആൻഡ് സർക്യൂം റേഡിയസ്. അപ്പോൾ ഇൻ റേഡിയസും കണ്ടുപിടിക്കണം, സർക്യൂം റേഡിയസും കണ്ടുപിടിക്കണം. രണ്ടും നമുക്ക് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. എ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ ഇൻ റേഡിയസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ സർക്യൂം റേഡിയസും കണ്ടുപിടിക്കണം. ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ തൽക്കാലം സ്മോൾ ആർ എന്നും ഈ വലുതിനെ നമുക്ക് എന്താ പറയാം, ക്യാപിറ്റൽ ആർ എന്നും പറയാം. ഓക്കെ, രണ്ടും കണ്ടുപിടിക്കണം. സ്മോൾ ആറും കണ്ടുപിടിക്കണം, ക്യാപിറ്റൽ ആറും കണ്ടുപിടിക്കണം. എന്ത് പറയുന്നു? യെസ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ റേഡിയസ് കണ്ടുപിടിക്കാം. ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് എല്ലാ ട്രയാങ്കിളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അതല്ലാതെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രണ്ട് മെത്തേഡിൽ നമുക്കിത് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താ? ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ a/2√3. a/2√3 ആണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? a/2√3 അപ്ലൈ ചെയ്യാം. a/2√3 ഓക്കെ. a/2√3 എന്ന് പറയുമ്പോൾ ആൻസർ എന്തുമായിരിക്കും? a എന്ന് പറഞ്ഞാൽ ഒരു 6 ആണ്. 6/2√3, 2ഉം ഇതും ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 വന്നു കേട്ടെ. ഓക്കെ, അപ്പോൾ 3/√3. ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാം. ഇത് ചിലപ്പോൾ ഓപ്ഷനിൽ കാണില്ല. ഇവിടെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ √3 ഡിനോമിനേറ്റർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ എന്താ കിട്ടും? 3√3 √3 എന്ന് പറഞ്ഞാൽ √9 ആണ്. √9 വരും. √9 ഓപ്പൺ ചെയ്യുമ്പോൾ 3 വരും. 3ഉം എന്തായി പോയി? ക്യാൻസൽ ആയിപ്പോയി. ആൻസർ √3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇൻ റേഡിയസ് കിട്ടി. എത്രയെന്ന് കിട്ടി? √3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇതിന്റെ സർക്യൂം റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ, ഇതിന്റെ സർക്യൂം റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇക്വേഷൻ പഠിച്ചവനാണ്. a/√3. a/√3 ആണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് അല്ലേ? എന്താണ് പഠിച്ചത്? a/√3. അപ്പം എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ കണ്ടുപിടിക്കാൻ പോകുന്നു. a/√3. a/√3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/√3. നേരത്തെ പോലെ √3 മാറണം. ഇവിടെ √3 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു, ഇവിടെ √3 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? 6√3 ഇത് √3 × √3 എന്ന് പറഞ്ഞാൽ √9 ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? 3ഉം ഇതും ക്യാൻസൽ ചെയ്ത് 2. ആൻസർ എന്ന് കിട്ടി? 2√3 എന്ന് കിട്ടി. കണ്ടോ എന്ത് കിട്ടി? നമുക്ക് എന്ത്? സർക്യൂം റേഡിയസും കിട്ടി. ഇനി നോക്കുക, ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. R = a/s എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡ് ബൈ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ. ഏരിയ കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമുക്കറിയാം, √3 a²/4 ബൈ എന്ത്? ഹാഫ് ഓഫ് ദ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3a പകുതി. 3a പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കിവിടെ ഒരു a എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 6 18 9 എന്ന് വരും. എന്താണ്? 18. അതായത് s = പെരിമീറ്ററിന്റെ പകുതി. അതായത് 18/2 എത്ര? 9 എന്ന് കിട്ടും. ഇവിടെ എന്ത് വരണം? 9 വരണം. നമുക്കൊന്ന് ചെയ്തു നോക്കാം. √3 ഇട്ടു ഇൻറ്റു a². a² എന്ന് പറഞ്ഞാൽ 6 × 6. 6 × 6/4. ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു ഫ്രാക്ഷനെ എന്താണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/9 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് നോക്കാം. എന്താണ്? ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് 3 വരും. ഈ 9ഉം ഇതും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി എന്തേ ഉള്ളൂ? √3 ഉള്ളൂ. കണ്ടോ? √3 സെന്റിമീറ്റർ. അപ്പോൾ സ്റ്റെപ്പ് ക്ലിയർ ആക്കുക. ഏത് മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് പഠിച്ചു. ഇത് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ, ഇത് ഈ ഇക്വലേറ്റർ ട്രയാങ്കിൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആകെ 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുമുള്ളൂ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്? നമ്മൾ ഏരിയ ഓഫ് ഇക്വലേറ്റർ ട്രയാങ്കിൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. √3a²/4 ആണെന്ന് പറഞ്ഞു.
ഇനി സൈഡ് കണക്ട് ചെയ്തു, ആംഗിൾസ് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞു, എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഒരു സൈഡും എച്ചും കൂടെ നമ്മൾ കണക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഇൻ റേഡിയസ്, അതുപോലെ തന്നെ സർക്യൂം റേഡിയസ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഇന്റീരിയറിൽ ഒരു പോയിന്റ് ഇട്ടിട്ട് തരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെച്ചുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയുമാണ് ഇക്വലേറ്റർ ട്രയാങ്കിൾ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻസ്, ഇനി അടുത്ത നമുക്ക് നോർമൽ ട്രയാങ്കിൾ പഠിക്കണം, പിന്നെ കുറച്ച് ഷെയ്ഡഡ് പോർഷൻ, അൺഷെയ്ഡഡ് പോർഷൻ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ട ത്രികോണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം, ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണത്തെ പറ്റി പഠിക്കണം. ഈ ത്രികോണങ്ങളെല്ലാം കുറിച്ച് പഠിച്ചിട്ട് വേണം നമുക്ക് ക്വാഡ്രിലേറ്ററിലേക്ക് പോകാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് ഉടനെ വരുന്നുണ്ട്. അപ്പം വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.